ആസ്മ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പലരും ഫേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് പല ആൾക്കാർക്കും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിലുള്ള വീഡിയോസിൽ തീർച്ചയായിട്ടും അത് വേറെ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാം. എങ്കിലും നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മയ്ക്ക് കൊടുക്കുന്ന മെഡിസിനുകളിൽ ഒരു മെഡിസിനായ അരീലിയ റൈസ്മോസ എന്ന് പറയുന്നൊരു ഹോമിയോപ്പതിക് മെഡിസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. വേറെ അസുഖത്തിനായിട്ട് അത് ഒരുപക്ഷെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിന് തന്നെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസിനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ഡോക്ടർ ആനന്ദ്. എൻ്റെ വീഡിയോയിലേക്ക് വളരെ ഹാർദമായി എവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ആസ്മ എന്ന് പറയുന്ന പ്രശ്നം നമുക്കറിയാം, ഇതൊരു അലർജിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അലർജി പല തരത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സ്കിന്നിൽ ഉണ്ടാക്കാം, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാക്കാം, അത് തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാക്കാം, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാക്കാം, അതിന് പക്ഷേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാക്കാം. അതങ്ങനെ പല സ്ഥലത്ത് പല മാനിഫെസ്റ്റേഷൻസ് ആണ് വെളിയിലോട്ട് അലർജി പ്രകടമാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മൾ ആസ്മ എന്നുള്ളത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്കറിയാം, ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും ഇതുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്കത് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കാതിരിക്കും. ഈ വീഡിയോയിൽ നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ആസ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്ന മെഡിസിനുകളിൽ ഒരു മെഡിസിനായ അരേലിയ റേസ്മോസ എന്ന് പറയുന്ന ഒരു മെഡിസിനെ കുറിച്ചിട്ടാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ആക്ഷൻ വരുന്നത്. അപ്പം നമ്മളത് കഴിക്കുമ്പോഴും അത് നോക്കിയിട്ട് വേണം. ഓരോ മെഡിസിനും അതിനകത്ത് ഓരോ സ്പീഡ് ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ അരേലിയ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിന് പ്രധാനമായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് ആക്ഷൻ വരുന്നത്. വേറെ പല സ്ഥലത്തും ഉണ്ട്, പ്രധാനമായിട്ട് ഇതിനകത്താണ് ഉള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആസ്മയുടെ സിംറ്റംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അരേലിയ എന്ന് പറയുന്ന മെഡിസിനും ആസ്മയുടെ സിംറ്റംസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. ആസ്മയുടെ എന്ത് സിംറ്റംസ് ഒക്കെയാണ് ഉള്ളത്, അതിനകത്ത് എന്തൊക്കെയാണ് പെക്യൂലിയാരിറ്റീസ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. ചില സിംറ്റംസ് നമ്മുടെ ശരീരം നമുക്ക് വെളിയിലോട്ട് പറഞ്ഞു തരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിംറ്റമാണ് ആസ്മയുടെ കൂടെ പൊതുവേ ചുമ വരാറുണ്ട്. എങ്കിലും 11 മണി, രാത്രി 11 മണി സമയത്ത് വരുന്ന ചുമ, എസ്പെഷ്യലി കിടക്കുന്ന സമയത്ത് കൂടുന്ന ഒരു സ്പാസ്മോഡിക് ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ചുമയാണ് യൂഷ്വലി അരേലിയ എന്ന് പറയുന്ന ഒരു മെഡിസിനെ കാണുന്നത്. അതായത് രാത്രി നമ്മൾ ഒരുപക്ഷെ കിടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കിടക്കാൻ പോകുമായിരിക്കാം, അല്ലെങ്കിൽ അപ്പോഴൊന്നും കിടക്കത്തില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ചുമ വരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു ചുമയാണെങ്കിൽ, ഡ്രൈ ആണെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മെഡിസിൻ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ആസ്മയുടേതായിട്ടുള്ള സിംറ്റംസിൽ തന്നെ ചില ഇൻഡിവിജ്വലിനെ ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 മണിക്കുള്ള ചുമ എന്ന് പറയുമ്പോഴേ തന്നെ ആസ്മയുടെ സിംറ്റംസായ വീസിങ് അല്ലേ, നമ്മൾ ഇങ്ങനെ അകത്ത് ശ്വാസം എടുത്ത് വിടുന്ന സമയത്ത് ഒരു ഒച്ച കേൾക്കാം. പൊതുവേ ആസ്മയുടെ സിംറ്റംസിൽ കാണാം. എന്നാൽ ഇത് വലിയ ഒച്ച, നല്ല എടുത്ത ഒച്ച നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അരേലിയയെ കുറിച്ചും കൂടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതായത് സിമ്പിളായിട്ട് ഒരു ഫ്ലോയിൽ പറയാന്നുണ്ടെങ്കിൽ, രാത്രി വരുന്ന ഒരു പർട്ടിക്കുലർ സമയത്ത് 11 മണിക്ക് വരുന്ന സ്പാസ്മോഡിക് ആയിട്ടുള്ള ഡ്രൈ കഫ് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ആസ്മയുടെ സിംറ്റംസും ഈ ഒരു സമയത്ത് കൂടുന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് നെഞ്ചിൽ പിടുത്തം തോന്നുന്നുണ്ടെങ്കിൽ, കൺസ്ട്രിക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ, ശ്വാസം എടുക്കാനും വിടാനും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എടുക്കുമ്പോഴും വിടുമ്പോഴും കൂടുതലായിട്ടുള്ള ഒച്ച വെളിയിലോട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ, തൊണ്ടയിൽ ചൊറിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ, ചൊറിച്ചിലുണ്ട്, ചുമ വരുന്നുണ്ടെങ്കിൽ, ഈ ചുമ ഡ്രൈ ആണ്, സ്പാസ്മോഡിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമ നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു മെഡിസിനാണ് അരേലിയ. രാത്രിയിലുള്ള ഈ സിംറ്റത്തിന്റെ വേറൊരു വളരെ പെക്യുലർ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ അന്തരീക്ഷം തണുത്തിരിക്കുകയാണെങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി സമയത്ത് വളരെയധികം വേർക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെഡിസിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. എസ്പെഷ്യലി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർക്കേണ്ടത് ഈ വിയർപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വിയർപ്പ് മാറ്റാനായിട്ട് എന്തെങ്കിലും തണുപ്പ് വെച്ച് അപ്ലൈ ചെയ്യുകയോ, എന്തെങ്കിലും കാറ്റ് അല്ലെങ്കിൽ ഫാൻ നമ്മൾ കൂട്ടിയിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇവരുടെ സിംറ്റംസ് വേഴ്സ് ആകുന്നതാണ്. അതായത് കൂടുതലായിട്ടുള്ള ചുമ വരിക, അതുപോലെ തന്നെ മൂക്കൊലിപ്പ് വരിക, തുമ്മൽ വരിക, അതുപോലുള്ള സിംറ്റംസ് കൂടുതലായിട്ട് എക്സിബിറ്റ് ചെയ്യാനുള്ള പ്രവണതകൾ ഇവരിൽ കാണുന്നുണ്ട്.
എസ്പെഷ്യലി അരേലിയ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിംറ്റംസ് കാണിക്കാനുള്ള സാധ്യതകൾ അവിടെ കൂടുതൽ. ഇത് അരേലിയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പൊ ഈ ഒരു പിക്ചർ കഴിച്ച് നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡോസ് പൊട്ടൻഷ്യലൊക്കെ പല ഡോസ് പല പൊട്ടൻഷ്യൽ ആയിട്ട് അവൈലബിൾ ആണ്. ഡൈല്യൂഷൻ പൊട്ടൻസീസ് അവൈലബിൾ ആണ്, എസ്പെഷ്യലി 30, 200, 1 mcm ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒരു അത് ഏത് ഇന്റൻസിറ്റി വേണം, എത്ര റെപ്പിറ്റേഷൻ വേണം എന്നുള്ളത് നമുക്ക് ആ ഉണ്ടാകുന്ന സിംറ്റത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ 3 തുള്ളി വെച്ച് 3 നേരം എന്നുള്ള രീതിക്ക് നമുക്ക് കഴിച്ച് ആദ്യം നോക്കാവുന്നതാണ്. സപ്പോസ് അതിനകത്ത് ഒരു ചേഞ്ച് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ചേഞ്ച് നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു വ്യത്യാസമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മെഡിസിൻസ് കഴിക്കുന്നതിന് ഇൻട്രാക്ഷൻ ആകാം, അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനിൽ അല്ലെങ്കിൽ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വന്നേക്കാം, ഹാബിറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് നമുക്ക് കൊണ്ടുവരേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഉള്ള എന്തെങ്കിലും ഒരു ഘടകമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ, നമ്മൾ അറിയാത്ത ഒരു റിയാക്ഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടാലിറ്റി ആയിട്ട് ഇത് മാച്ച് ആകുന്നില്ലായിരിക്കും. അപ്പൊ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. നമ്മളൊരു കൺസൾട്ടേഷനിലൂടെ നമ്മളത് കൺഫേം ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തീർച്ചയായും ഉണ്ടാകും. എന്നാലും ബേസിക്കലി ഇതാണ് അരേലിയ എന്ന് പറയുന്ന ഒരു മെഡിസിൻ്റെ ഒരു സിംറ്റം. എന്നാൽ ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്ത് ചോദിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുന്നതാണ് എന്നാൽ പറ്റുന്ന രീതിയിൽ. ഇനി വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ ഞാൻ വീഡിയോസ് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയേണ്ട കാര്യമില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് എല്ലായ്ക്കാണ് വെറുതെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. എപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങളിലേക്ക് അത് റീച്ച് ആകാനായിട്ട്. ഏവർക്കും നല്ലൊരു ശുഭം നേരുന്നു. നമസ്കാരം. താങ്ക് യു.